യുക്തിചിന്തയുടെ ഇസ്ലാമിക പ്രസക്തി, ഇസ്ലാമിക അധ്യാപനത്തിൽ അതിനുള്ള പ്രസക്തി എത്രത്തോളമുണ്ട്? ഒരു ഉദാഹരണം, ഇപ്പൊ നിരീശ്വരവാദികൾ പറയും അവർ യുക്തിവാദികളാണെന്ന് പറയും. ഞാൻ പറയും നിരീശ്വരവാദികൾ യുക്തിവാദികളല്ല എന്ന് പറയും. കാരണം ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇപ്പൊ ദൈവമുണ്ടോ ദൈവമില്ലേ? ഇപ്പൊ നമ്മുടെ സങ്കീർണമായ കണ്ണ്, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ അവയവങ്ങൾ, ഇത് എങ്ങനെ ഉണ്ടായത്? നമ്മൾ യുക്തി കൊണ്ട് വേണം ചിന്തിക്കാൻ. ഒരു യുക്തിവാദിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഇതുണ്ടായി. അവർ പറയും യാദൃച്ഛികമായിട്ടുണ്ടായി, അല്ലേ? അവർ പറഞ്ഞ യാദൃച്ഛികമായിട്ട് ഉണ്ടായി. എന്നാൽ യുക്തിയുടെ അടിസ്ഥാനത്തിലൊന്ന് അത് ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ അവർ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഫോടനം ഉണ്ടായി. സ്ഫോടനത്തിലൂടെ ഒരു അമിനോ ആസിഡ് ഉണ്ടായി. അമിനോ ആസിഡ് നശിക്കാതെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കിടന്നപ്പോൾ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടായി. പിന്നെ അത് നശിക്കാതെ കിടന്നിട്ട് പിന്നെ ഒരുപാട് പ്രോട്ടീൻ മോളിക്യൂളുകൾ ഉണ്ടായി. അവ കൂടി ചേർന്ന് സെല്ലുണ്ടായി. ഈ സെല്ല് നശിക്കാതെ കിടന്നിട്ട് പിന്നീട് അത് ബഹുകോശ ജീവികളായി അവസാനം മനുഷ്യരിലെത്തി. അവിടെ യുക്തി എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് ചിന്തിക്കാന്നുള്ളതാണ്. ഒരു സ്ഫോടനം നടന്നെന്ന് വെച്ചാൽ, ഒരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ ഒരു 3-ാം കിട നോവൽ ഉണ്ടാകുമോ? കവിത ഉണ്ടാകുമോ? ഇല്ലല്ല. അല്ലെങ്കിൽ ഇരുമ്പും തുരുമ്പും കിടക്കുന്ന സ്ഥലത്ത് കൂടി ഒരു ഇടിമിന്നൽ കടന്നു പോയാൽ ഒരു പ്ലെയിൻ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. അപ്പൊ യുക്തി എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവര് യുക്തിഭദ്രമാണെന്ന് പറയുന്നു എന്നുള്ളൂ, അവർക്ക് യുക്തിയില്ല. മറിച്ച് ഖുർആന്റെ പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട് ഖുർആന്റെ. ഖുർആൻ ഒരിക്കലും നമ്മളവിടെ അന്ധമായിട്ട് വിശ്വസിക്കാൻ പറയുന്നില്ല. ഉദാഹരണത്തിന് 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. എന്ത് ഭംഗിയാണെന്നറിയോ? ആദ്യമായിട്ട് അള്ളാഹു പറയുന്നത്, ആദ്യമായിട്ട് നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചെങ്കിൽ വീണ്ടും സൃഷ്ടിക്കാം. കാരണം ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ്, ഇല്ലേ? കമ്പ്യൂട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് കാറ് നിർമ്മിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാറ് നിർമ്മിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും, പറ്റില്ലേ? അതുപോലെ അള്ളാഹു പറയണത്, നിങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കല് എളുപ്പമാണ്. അവിടെ അതാണ് യുക്തി എന്ന് പറയണത്. ഖുർആനിൽ നമ്മൾ മുഴുവൻ നോക്കിയാൽ യുക്തിയാണ്. ഉദാഹരണത്തിന് 80-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലാണെന്ന് തോന്നുന്നു, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. നിങ്ങളൊരു കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ വ്യവസ്ഥപ്പെടുത്തി. ഇത്രയല്ലേ പറയുന്നുള്ളൂ. എന്ത് ചെറിയ കുറച്ച് വാക്കുകൾ. നിങ്ങളെ കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ നിങ്ങൾ വ്യവസ്ഥപ്പെടുത്തി. ഇന്നത്തെ ജീനും DNA പറ്റി അറിഞ്ഞാല് എങ്ങനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ ഇത് പറഞ്ഞെന്ന് തോന്നും, അത്ഭുതം തോന്നും നമുക്ക്. കാരണം പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി കൂടിച്ചേരാം, എന്നിട്ട് സിക്താണ്ടം ഉണ്ടാകുക. ഈ സിക്താണ്ടം വിഭജിച്ചാണ് എല്ലാ അടിസ്ഥാന കോശങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ വ്യത്യസ്തമായ അവയവങ്ങൾ ഉണ്ടാകുന്നത് ഈ അടിസ്ഥാന കോശത്തിൽ നിന്നാണ്. ഈ ബേസിക് സെല്ലിൽ നിന്നാണ് എല്ലാ ഓർഗൻസും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഹൃദയം ഉണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന സെല്ല്, അതില് ഈ DNA, എല്ലാത്തിനും DNA ഉണ്ട്. DNA ജീനിന്റെ രൂപത്തിലുള്ള കമാൻഡ്സും ഡയറക്ഷൻസും ഉണ്ട്. മനസ്സിലായ? ഈ ഹൃദയം ഉണ്ടാകാനോ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന കോശത്തിൽ കരളുണ്ടാകാനും കിഡ്നി ഉണ്ടാകാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉണ്ട്. പക്ഷെ ഹൃദയം ഉണ്ടാകാനുള്ള ആ ഡയറക്ഷൻ, ആ കമാൻഡ്, അത് ആക്റ്റീവായിരിക്കും. അപ്പൊ അത് ഹൃദയമാകും. മറ്റതൊക്കെ ഉറങ്ങിക്കിടക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. കിഡ്നി ഉണ്ടാകാനുള്ളതാണെങ്കിൽ അത് മാത്രം ഉണർന്നിരിക്കും, അപ്പൊ കിഡ്നിയാണ്. ലിവർ ആണെങ്കിൽ അതിന്റെ മാത്രം ഉണർന്നിരിക്കും. ഈ ഡയറക്ഷൻസ് എങ്ങനെ ഉണ്ടായി? ഒരു നിരീശ്വരവാദി യുക്തിവാദത്തോടുകൂടി പറയും, ഞങ്ങൾ യുക്തി കൊണ്ട് വാദിക്കുന്നവരാണ്, ഇത് ബൈ ചാൻസ് യാദൃച്ഛികമായിട്ടുണ്ടായി. ഒരു കൊച്ചുകുട്ടി ഒരു പേന എടുത്തിട്ട് ഒരു കടലാസിൽ കുത്തി വരച്ചെന്ന് വെച്ചു. ഒരു പരിശീലനം ലഭിക്കുന്നില്ല, ഭാഷാപരമായിട്ടുള്ള യാതൊരു പരിശീലനം ലഭിക്കാതെ ഈ കൊച്ചുകുട്ടി ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കുത്തിക്കുറിച്ചാല് യാദൃച്ഛികമായിട്ട് വാക്കുകളാകുമോ? വാക്കുകൾ കൂടിയ കവിതയാകുമോ? കഥയാകും? പ്രബന്ധം ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകില്ല. ഒരു കവിത എഴുതുന്നതിന് മുമ്പ് കവിയുടെ മനസ്സിൽ ഭാവന ഉണ്ടാവും. അത് കടലാസിൽ കുത്തിക്കുറിക്കുമ്പോഴാണ് കവിതയാകുന്നത്, ഇല്ലേ? ഒരു കഥാകൃത്തിന്റെ മനസ്സിൽ ഭാവനകൾ ഉണ്ടാകും, കഥാപാത്രങ്ങളെ സംബന്ധിച്ച്, ഇല്ലേ? അപ്പോഴാണ് കഥയാകുന്നത്. അപ്പൊ ഈ യാദൃശ്ചികമായിട്ട് വാക്കുകൾ പോലും ഉണ്ടാകൂല എങ്കില്, 3-ാം കിട കവിത ഉണ്ടാകൂല എന്നുണ്ടെങ്കില്, യാദൃശ്ചികമായിട്ട് നിലവിൽ വരൂല എന്നുണ്ടെങ്കില്,
എങ്ങനെയാണ് അതിസങ്കീർണമായ മാർഗനിർദ്ദേശങ്ങൾ, ഹൃദയം ഉണ്ടാകാനുള്ള, കരളുണ്ടാകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ യാദർച്ഛികമായിട്ടുണ്ടാകണത്? അവിടെയാണ് ഖുർആൻ പറയുന്നത് യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുക. അങ്ങനെ യുക്തിഭദ്രമായിട്ട് നമ്മൾ ചിന്തിച്ചെന്ന് വെച്ചോ, ഇതൊരിക്കലും സാധ്യമല്ല. ഇത്ര സങ്കീർണമായ അവയവങ്ങൾ ബൈ ചാൻസ് യാദൃച്ഛികമായിട്ട് ഉണ്ടാകാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കില്ല എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കണം. ദൈവം ഉണ്ടെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന് വീണ്ടും നമ്മെ സൃഷ്ടിക്കാൻ സാധിക്കണത് എളുപ്പമല്ലേ? അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മുഴുവനും യുക്തിഭദ്രമാണ്. യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇസ്ലാമിനെ സ്നേഹിക്കാൻ തുടങ്ങിയതും ആ രീതിയിൽ തന്നെയാണ്. കാരണം ദൈവം ഉണ്ടോയെന്ന് പഠിക്കണം, പരലോകം ഉണ്ടോയെന്ന് പഠിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. യുക്തിഭദ്രമായ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെത്, യുക്തിഭദ്രമായ സമീപനമാണ് ഖുർആൻ.